Hi guys! ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ലോഷൻ്റെ അല്ലെങ്കിൽ ഒരു ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീമോ അല്ലെങ്കിൽ ഈ ഒരു ലോഷനോ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് വൈറ്റൻ ചെയ്യും. കൂടുതലും നമ്മുടെ സ്കിന്നിന് ഒരു 10 വയസ്സ് കുറച്ച് കാണിക്കും കേട്ടോ. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പാടുകളും കാര്യങ്ങളെല്ലാം റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല യങ്ങായിട്ട് വെച്ച് തരും. അത്രയും സൂപ്പറായിട്ടുള്ള 3 ആൾക്കാരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രീമി ലോഷൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം നമുക്ക് വെള്ളം നിറച്ചൊരു പാത്രം എടുക്കാം. ഏകദേശം 200-250 ഗ്രാം വെള്ളം അല്ലെങ്കിൽ ml വെള്ളം ഇതിനകത്ത് ഉണ്ടാവും. 2 കപ്പ് വെള്ളം കേട്ടോ. അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഫ്ലാക്സ് സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 2 കപ്പ് വാട്ടറിന് 3 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഈ ഒരു കണക്കിൽ വേണം നിങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ മലയാളം എന്ന് പറയുന്നത് ചണവിത്ത് എന്നാണ് കേട്ടോ. നമുക്കിത് പച്ചമരുന്ന് കടയിൽ, സൂപ്പർ മാർക്കറ്റിൽ ഇത് 2 സ്ഥലത്തും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും. വലിയ റേറ്റ് ഒന്നുമില്ല, ചെറിയ രീതിക്കുള്ള പ്രൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മളിതങ്ങ് ബോയിൽ ചെയ്തെടുക്കുക, തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചൊന്ന് ഇച്ചിരി വറ്റണം. ആ ഒരു വെള്ളം വറ്റുന്ന രീതിക്ക് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇച്ചിരി തിക്കായിട്ടുള്ള ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ആ ഒരു ജെല്ലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വെള്ളം ഇച്ചിരി അങ്ങ് വറ്റിക്കണം. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു പറഞ്ഞില്ല, അത് നമ്മൾ 1.5 കപ്പ് ആക്കി എടുക്കണം. 1/2 കപ്പ് നമ്മൾ വറ്റിച്ച് കൊണ്ടുവരണം. ഓക്കെ, ഈ രീതിക്ക് നമുക്ക് വറ്റിച്ചെടുത്തതിന് ശേഷം ആ ഒരു ജെല്ല്, നമ്മുടെ ആ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള ആ ഒരു കട്ടിയുള്ള ജെല്ല് നമുക്ക് അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ നല്ല സ്റ്റീലിൻ്റെ അരിപ്പ് ഉപയോഗിച്ച് എടുക്കാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമുക്കത് അരിച്ചു മാറ്റാനായിട്ട്. അല്ലാതെ നമ്മളത് തണുക്കാനായിട്ട് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കട്ടയായിട്ട് പോകും. നല്ല ജെല്ലിയായിട്ട്, നമ്മുടെ ആലുവേര ജെല്ലൊക്കെ ഇല്ല അതുപോലെ അങ്ങ് കട്ടയായിട്ട് അങ്ങ് പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ആ ഒരു ചൂടോട് കൂടിയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് അങ്ങ് ഒഴിച്ച് അതിൻ്റെ ആ ഒരു ജെല്ല് മാത്രമായിട്ട് അങ്ങ് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം. ഗായ്സ്, നമുക്കിത് ഇത്രത്തോളം ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് തണുക്കാനായിട്ട് സമയം കൊടുക്കണം കേട്ടോ. തണുത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. ഒരു ഏകദേശം 5-6 അല്ലി നമുക്ക് എടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഞാനിവിടെ 4 അല്ലി എടുത്തിട്ടാണ് ഇതിൻ്റെ ആ ഒരു ജ്യൂസ് ഇതിനകത്തേക്ക് സ്ക്യൂസ് ചെയ്തെടുത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കത് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ഇതിനകത്തേക്ക് ഫിൽറ്റർ ചെയ്ത് ഒഴിക്കുന്ന സമയത്ത് ആ ഒരു ബൗൾ, നമ്മൾ എടുക്കുന്ന ഒരു ബൗള് വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല, ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ബൗളായിരിക്കണം കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഏകദേശം നമുക്കൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് അത്ര മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പുറത്ത് വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് അങ്ങ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ പകരം വേറെ എന്തെങ്കിലും ചേർത്തിട്ട് വരണമെന്ന് പറഞ്ഞ് നടക്കില്ല കേട്ടോ. ഈ ഒരു 3 കാര്യമാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അത് നമ്മൾ വഴിയെ പറയാം. അപ്പോൾ നമ്മളിവിടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും ഓറഞ്ചിൻ്റെ ജ്യൂസും ആണ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലവണ്ണം അങ്ങ് മിക്സാക്കി കൊണ്ടുവന്നതിന് ശേഷം ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ആലുവേര ജെല്ലാണ് കേട്ടോ. ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ആലുവേര ജെൽ, നോർമൽ ആലുവേര ജെല്ലാണ് അതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞു സ്പൂണിൽ ഒരു ഏകദേശം 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊണ്ടുവരാം. നല്ലവണ്ണം മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതായി ഒരു സ്കിൻ വൈറ്റനിങ് ലോഷൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു തണുപ്പ് സമയമാണ്, ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് തണുപ്പായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു വരൾച്ച നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. ആ ഒരു വെള്ളത്തിൻ്റെ ഒരു കുറവ് മൂലം നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ വരണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ആകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇതിനകത്തേക്ക് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഓയിൽസൊക്കെ ഉപയോഗിച്ച് പിമ്പിൾസ് വരുന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനകത്തേക്ക് ഓയിൽ ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ വേണം നിങ്ങളിതങ്ങ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇനി ചേർത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ വേണമെങ്കിൽ നമുക്കൊരു അല്പം ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം. പിന്നെ സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ എസൻഷ്യൽ ഓയിൽ, ഏതെങ്കിലും ഒരു നല്ലൊരു എസൻഷ്യൽ ഓയിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇതേപടി അങ്ങ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം നിങ്ങൾ അതിനകത്തേക്ക് മസ്റ്റായിട്ടും ഓയിൽ ഒഴിച്ചിരിക്കണം. ഓക്കെ, അല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇതുപോലെ അങ്ങ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്കാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോർ ബോട്ടിൽ അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഫ്രിഡ്ജിനകത്ത് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 7 ഡേയ്സ് ഇത്ര മാത്രമേ നിൽക്കുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഫ്രഷ് ആയിട്ട് അങ്ങ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, രാവിലെ ഉപയോഗിക്കാം, രാത്രി ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 2 നേരം വെച്ച് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ രാവിലെ നമ്മൾ ഉറങ്ങി നീറ്റപാട് സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് നമുക്കിത് അപ്ലൈ ചെയ്യാം നമ്മുടെ ഫേസിൽ. അതുപോലെ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്ന നേരത്തും ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ കഴുകിയാൽ മതി. പിറ്റേന്ന് കഴുകുന്ന സമയത്ത് നമുക്ക് സോപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫേസ്
ഫേസ് വാഷ് കടലമാവ് നിങ്ങൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് ആ രീതിക്ക് നിങ്ങൾക്ക് അങ്ങ് യൂസ് ആക്കാം കേട്ടോ. അതല്ലാതെ ഇത് അപ്ലൈ ചെയ്തതും കഴുകിക്കളയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ഫേസിൽ അങ്ങ് വെറുതെ അങ്ങ് വിടാം കേട്ടോ. അതങ്ങ് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിക്കോളും നമ്മുടെ സ്കിന്നിൽ. അതുകൊണ്ട് കഴുകിക്കളയേണ്ട കാര്യമില്ല. നമ്മൾ രാത്രി കിടക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് പിറ്റേന്ന് രാവിലെ ഈ കഴുകേണ്ട കാര്യം കേട്ടോ. അതുപോലെ നമുക്കിതൊരു 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ഇത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.